മാപ്പ് വരയ്ക്കാൻ പഠിച്ചാലോ? സോഷ്യൽ സയൻസിന് ഉറപ്പായിട്ടും വരുന്നൊരു ചോദ്യമാണ് മാപ്പ് വർക്ക് അല്ലെങ്കിൽ മാപ്പ് മാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ മോഡൽ എക്സാം എഴുതിയപ്പോഴും അതുപോലെ തന്നെ ടേം 1 ടേം 2 എന്താണ് നമുക്ക് മാപ്പ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇന്നൊരൊറ്റ ക്ലാസ് കൊണ്ട് നമ്മൾ ആ മാപ്പ് വർക്കിൽ നിന്ന് നമ്മൾ പറയുന്ന ഫുൾ ടോപ്പിക് എന്ത് ചെയ്യാൻ പോവുകയാണ്, സെറ്റാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫുൾ ടോപ്പിക് എന്ന് കേട്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, മാപ്പ് വർക്കിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള ചോദ്യ പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിൽ നിന്നുള്ള മാപ്പുകളാണ് എപ്പോഴും എന്ത് ചെയ്യാറ്, പരീക്ഷയ്ക്ക് ചോദിക്കാറ്. അതിന് തൊട്ടടുത്തുള്ള ഈ പറഞ്ഞ ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ദ ലാൻഡ് ഓഫ് പെർമ ഫ്രോസ്റ്റിൽ നിന്നുള്ള മാപ്പിൽ നിന്നുള്ള ചോദ്യം ഒരു തവണ ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നൊരൊറ്റ ക്ലാസ് കൊണ്ട് ഈ പറയുന്ന 8 മാപ്പുകളും ഒന്ന് സെറ്റായിട്ട് പഠിക്കാൻ പോവുകയാണ്. മാക്സിമം കോഡൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓർത്തിരിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം. ബാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും തന്നെ കളയാതെ എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ക്ലൈമറ്റിക് റീജിയൻസ് ഏതൊക്കെയാണ്. 8 ക്ലൈമറ്റിക് റീജിയൻസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ, മൺസൂൺ, സവാന, അല്ലെങ്കിൽ എന്ത് പറയും നമ്മുടെ മറ്റൊരു പേര്, നമ്മുടെ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്. സവാന എന്ന് പഠിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്, ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് എന്ന് പഠിക്കുന്നത്. പിന്നെ ഹോട്ട് ഡെസേർട്ട്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്, മെഡിറ്ററേനിയൻ ക്ലൈമറ്റ്, ടൈഗ, തുണ്ടർ. ഇതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സവാന, ഹോട്ട് ഡെസേർട്ട്, അതുപോലെ ടെമ്പറേറ്റ്, മെഡിറ്ററേനിയൻ, ഇത് 4നുമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഇവിടെ നിന്നാണ് എപ്പോഴും എല്ലാ ചോദ്യ പേപ്പറിലും ഇവിടെ നിന്നുള്ള ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, മാപ്പ് ബേസ് ചെയ്തുള്ള ചോദ്യം നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യം എന്ത് വേണം, നമ്മുടെ കയ്യിൽ ഒരു മാപ്പ് വേണം. എന്ത് മാപ്പ്? വേൾഡ് മാപ്പ്. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു വേൾഡ് മാപ്പ്. ഇതുപോലൊരു പേപ്പർ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കയ്യിൽ അങ്ങോട്ട് തരും, അല്ലെ? ചോദ്യ പേപ്പറിൻ്റെ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ അഡീഷണൽ എഴുതി തരും. അപ്പോൾ ഈ തരുന്നതിനകത്ത് നിങ്ങൾ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കണം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഉണ്ടായാലേ നമുക്ക് പഠിക്കാൻ എളുപ്പമാവുള്ളൂ. അതായത് നിങ്ങൾ തന്ന മാപ്പിനകത്ത് എന്തായാലും നടുക്ക് ഈ കാണുന്ന പോലത്തെ ഉള്ളൊരു ലൈൻ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ആ ഒരു ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളണം. അതായത് ഈ മാപ്പിൻ്റെ ഏതാണ്ട് ഒത്ത നടുക്ക്, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മുടെ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഇക്വേറ്റർ ആണ് ഇതെന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇതാണ് ഇക്വേറ്റർ. ഈ ഇക്വേറ്ററിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്നതാണ് ഉത്തരാർദ്ധഗോളം അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയർ. താഴെയാണ് എന്താണ്, ദക്ഷിണാർദ്ധഗോളം അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ നോർത്ത് അതാണ്, സൗത്ത് അതാണ്. തീർന്നു? ഇല്ല. ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അറിയണം. അപ്പൊ നിങ്ങൾ കുറെ പേര് ഇതായിരിക്കും, സാറേ ഭൂഖണ്ഡമൊക്കെ ഞങ്ങൾക്കറിയാം, നിങ്ങൾ ചുമ്മാ സമയം കളയാതെ കാര്യം പഠിപ്പിക്കുന്നു. ഇവിടെ എല്ലാവർക്കും കൂടി വേണ്ടിയല്ലേ നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ അറിയാത്തവരും ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു രണ്ട് സെക്കൻഡ് നഷ്ടമൊന്നും വരത്തില്ല. നോക്കി, ഭൂഖണ്ഡങ്ങളിൽ ആദ്യം പഠിക്കേണ്ട നമ്മുടെ സ്വന്തം ഭൂഖണ്ഡം ഈ കാണുന്നതാണ് ഇന്ത്യ എന്നറിയാമല്ലോ. അപ്പോൾ നമ്മളിരിക്കുന്ന ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏതാണ്? അത് ഏഷ്യ ഭൂഖണ്ഡമാണ്. കാരണം ചോദ്യത്തിലും അങ്ങനെയാണ് ചോദിക്കുന്നത്. ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഡെസേർട്ട് ഏത്, ഏഷ്യ ഭൂഖണ്ഡത്തിലെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഏത്, അങ്ങനെ ചോദ്യം വരും. അപ്പോൾ നമുക്കത് അറിയണമെങ്കിൽ ഭൂഖണ്ഡം അറിയണം. ഇത് ഏഷ്യ. ഇതാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് നോർത്ത് അമേരിക്ക, ഇത് സൗത്ത് അമേരിക്ക. ഈ താഴെ കാണുന്നതാണ് എന്ത്, ഓസ്ട്രേലിയ. മതി, ഇത്രയെങ്കിലും അറിഞ്ഞാൽ മതി. പിന്നെ അത് ഇവിടെ കാണുന്നതാണ് എന്ത്, യൂറോപ്പ് എന്ന് പറയുന്ന ഭൂഖണ്ഡം. യൂറോപ്പ് നമുക്ക് അധികം വരുന്നില്ല, നമുക്ക് ഈ പറഞ്ഞ ഇത്രയെണ്ണമാണ് വരുന്നത്. ഏഷ്യ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ. ഇത്ര ഭൂഖണ്ഡങ്ങളെങ്കിലും നിങ്ങൾക്കൊന്ന് അറിയണം. പിന്നെ നമ്മുടെ സ്വന്തം രാജ്യമായിട്ടുള്ള ഇന്ത്യയും അറിയണം. ഇത് കഴിഞ്ഞാൽ അടുത്ത് അറിയേണ്ടത്, ഈ മാപ്പിന്റെ ഈ വലതുവശത്തെ ഭാഗത്തിനെയാണ് നമ്മൾ ഈസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ നോർത്ത് എന്ന് വിളിക്കും. ഇതാണെങ്കിൽ എന്താണ്, വെസ്റ്റ്. താഴെയാണെങ്കിൽ എന്താണ്, സൗത്ത്. ഇതും കൂടി ഒരു ഐഡിയ വേണം. അതുകൊണ്ടാണല്ലോ ഇത് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയൊക്കെ ആയത്. അപ്പോൾ അതും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഓരോ മാപ്പിലോട്ട് അങ്ങോട്ട് പോകാം. റെഡിയല്ലേ? അപ്പോൾ ഒരു മാപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു വേൾഡ് മാപ്പാണ്. അതിൻ്റെ ഇക്വേറ്റർ ആണ്. ഇക്വേറ്ററിന് മുകളിൽ നോർത്ത്, താഴെ സൗത്ത്. ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരെ പോകുന്നു. ഫസ്റ്റ് മാപ്പ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ. ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങളുടെ മൈൻഡിലോട്ട് കൊണ്ടുവന്നേ. ഇക്വേറ്ററിന്റെ ഇരുവശങ്ങളിലും 10 ഡിഗ്രി നോർത്തിലും താഴെ 10 ഡിഗ്രി സൗത്തിനും ഇടയിലായി വരുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ ഇക്വേറ്ററിന്റെ ഇരുവശങ്ങളിലുമാണ്. സൂര്യപ്രകാശം വീഴും, ചൂടുണ്ടാകും, അതൊക്കെ നമുക്കറിയാം. നമുക്ക് മാപ്പിലല്ലേ നോക്കേണ്ടത്. മാപ്പിൽ അപ്പൊ നോക്കി ഏതൊക്കെ ഭാഗങ്ങളായിരിക്കും വരുന്നത്. ഈ ഒരു ഭാഗം വരും അല്ലെ. ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും, ഇതിനെയാണ് നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് വിളിക്കും. അപ്പോൾ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ വരുന്ന ഒരു ഭാഗമാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്ത തൊട്ടിപ്പുറത്ത് വരുന്നത് ഈ ഭൂഖണ്ഡം, ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ്.
ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഈ ഇത്രയും ഭാഗം, ഓക്കെ, ഇത്രയും ഭാഗം നമ്മളതിനെ എന്ത് വിളിക്കും? നമ്മളതിനെ സെൻട്രൽ ആഫ്രിക്ക എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സെൻട്രൽ ആഫ്രിക്ക എന്ന് വിളിക്കും. പിന്നെ വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗം എന്ന് പറയുന്നത്. ആ ഭാഗമാണ് ഈ കാണുന്ന ഭാഗം. ഈ ഭാഗത്ത്, അതായത് ഇക്വറ്റോറിയലിൽ നിന്നൊരു ചോദ്യം വന്നാൽ അത് ഈ സ്ഥലത്ത് പോയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആമസോൺ ബേസിൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ആമസോൺ ബേസിൻ എന്ന് വിളിക്കും. അപ്പോൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലാണ് നമ്മൾ എന്ത് വരുന്നത്? ആമസോൺ റീജിയൻ വരുന്നത്. നമ്മുടെ സെൻട്രൽ ആഫ്രിക്കൻ റീജിയൻ വരുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയും വരും. പ്രത്യേകത, ഈ എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ സൂര്യപ്രകാശവും കിട്ടും, നല്ല രീതിയിൽ മഴയും കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം കാണപ്പെടുന്ന ഫോറസ്റ്റ് ഏതെന്നൊന്ന് അറിഞ്ഞു വെച്ചോളണം. ഇവിടെ കാണുന്ന ഫോറസ്റ്റ് ആണ് ഏത്? എവർ ഗ്രീൻ ഫോറസ്റ്റ്. എവർ ഗ്രീൻ ഫോറസ്റ്റ്. അപ്പോൾ എവർ ഗ്രീൻ ഫോറസ്റ്റ് കാണപ്പെടുന്ന സ്ഥലങ്ങൾ മാപ്പിൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ 3 സ്ഥലമായിരിക്കണം മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വേറ്റർ വരയ്ക്കുക. ഏതാണ്ട് ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്നൊരു അല്പം താഴെ എടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. അങ്ങനെ പഠിച്ചു വെക്കുന്നത് നമുക്ക് നല്ലത്. നമുക്ക് ഇന്ത്യ മറന്നു പോകത്തില്ലല്ലോ. അപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു അല്പം താഴെ വരുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ ഇക്വേറ്റർ. ആ ഇക്വേറ്റർ കടന്നു പോകുന്ന 3 ഭൂഖണ്ഡങ്ങൾ, ഏഷ്യയിലാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ആഫ്രിക്കയിലാണെങ്കിൽ സെൻട്രൽ ആഫ്രിക്ക, ആമസോണിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ സൗത്ത് അമേരിക്കയിലാണെങ്കിൽ എന്താണ്? ആമസോൺ ബേസിൻ വരും. ഇവിടെ എല്ലാം കാണുന്നത് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. പോപ്പുലേഷനൊക്കെ കുറവാണ്. ഇത്രയും മതി ഇതിനകത്ത്. കണ്ടോ, ഒരു റീജിയൻ എന്താ ചുമ്മാ അത് ഓർത്തു. അടുത്ത് വരുന്നത് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയും. അപ്പോൾ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം വരുന്ന വാക്ക് മൺസൂൺ. മൺസൂൺ കാറ്റിൻ്റെ ഇൻഫ്ലുവൻസിൽ മഴ കിട്ടുന്ന സ്ഥലങ്ങളാണ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മൺസൂൺ ഉണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ ജൂണിൽ പെയ്യുന്ന നമ്മുടെ മൺസൂൺ മഴ എന്നറിയാം. അപ്പോൾ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യ വരുമല്ലോ, വരും. അപ്പോൾ ഇന്ത്യയോടൊപ്പം തന്നെ ഇത്രയും ഭാഗം അങ്ങ് മാർക്ക് ചെയ്ത് വെച്ചു. ഇത്രയും ഭാഗം മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതെന്താണ്? ഇത് ഏഷ്യയുടെ സൗത്ത് അല്ലേ? അപ്പോൾ ഏഷ്യയുടെ സൗത്ത്. അതുപോലെ തന്നെ ഈ വാശം എന്താണ്? സൗത്ത് ഈസ്റ്റ്. അപ്പോൾ ഏഷ്യയുടെ സൗത്തും സൗത്ത് ഈസ്റ്റ് ഭാഗവും എന്താണ്? മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ആണ്. കാരണം എന്താ? ഇവിടെ നിന്ന് വരുന്ന മൺസൂൺ വിൻഡിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലാറ്റിറ്റ്യൂഡ് നോക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. ലാറ്റിറ്റ്യൂഡുകൾ എത്ര ആ പോയിന്റ് ഇവിടെ വേണ്ട. സ്ഥലങ്ങളൊന്നും അറിഞ്ഞിരുന്നാൽ മതി. ഇതൊരു ഭാഗം. പിന്നെ വരുന്ന എവിടെയായിരിക്കും? ഓസ്ട്രേലിയയുടെ ഈ ഒരു ഭാഗം. പിന്നെ എന്തായാലും ആഫ്രിക്കയുടെ ഭാഗം ഉണ്ടാവില്ല. അപ്പോൾ ആഫ്രിക്കയുടെ ഈ ഒരു ഭാഗം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സൗത്ത് അമേരിക്കയുടെ ഈ ഒരു ഭാഗം വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലവും വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഇതൊന്നും, ഈ സ്ഥലങ്ങളൊന്നും എന്തായാലും ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്തായാലും നമ്മൾ മാപ്പ് പഠിപ്പിക്കുമ്പോൾ പറയാതെ വിടേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ വരുന്ന ഭാഗങ്ങളായിട്ടുള്ള സൗത്തും സൗത്ത് ഈസ്റ്റ് ഏഷ്യയും, ഓസ്ട്രേലിയയുടെ നോർത്ത് ഭാഗവും, ആഫ്രിക്കയുടെ ഈ ഒരു ഭാഗവും, നമ്മുടെ സൗത്ത് അമേരിക്കയുടെയും നോർത്ത് അമേരിക്കയുടെയും ഭാഗത്ത് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ചോദിച്ചൊരു ചോദ്യം നോക്കിയേ, ഇവിടെ എവർഗ്രീൻ ഫോറസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ഡെസിഡുവസ് ഫോറസ്റ്റും ഉണ്ട്. എവർഗ്രീൻ ഫോറസ്റ്റും ഉണ്ട്, ഡെസിഡുവസ് ഫോറസ്റ്റും ഉണ്ട്. അപ്പോൾ എവർഗ്രീൻ ഫോറസ്റ്റും ഡെസിഡുവസ് ഫോറസ്റ്റും കാണപ്പെടുന്ന സ്ഥലം എന്ന് ചോദിച്ചാൽ അത് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. എവർഗ്രീൻ ഫോറസ്റ്റ് മാത്രമാണെങ്കിൽ അത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. എവർഗ്രീനും ഡെസിഡുവസ് മാത്രമാണെങ്കിൽ അത് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. ഇത് രണ്ടുമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇനി വരുന്നു നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം. അതാണ് നമ്മുടെ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്, അല്ലെങ്കിൽ നമ്മളതിനെ സവാന ക്ലൈമാറ്റിക് റീജിയൻ എന്നും വിളിക്കും. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് അല്ലെങ്കിൽ സവാന ക്ലൈമാറ്റിക് റീജിയൻ. ഉറപ്പാണ് ഒരു ചോദ്യം ഇവിടുന്ന് വരും. അപ്പോൾ എവിടെയാണ് നമ്മൾ ഈ പറയുന്ന ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ 10 ഡിഗ്രി നോർത്തിനും 10 ഡിഗ്രി സൗത്തിനും ഇടയിൽ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. പിന്നെ മൺസൂൺ വിൻഡ് വന്നതുകൊണ്ട് അവിടെ ഒരു മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ വന്നു. അവിടെ ലാറ്റിറ്റ്യൂഡ് ഒന്നും പഠിച്ചില്ല. എന്നാൽ അത് കഴിയുമ്പോൾ 10 കഴിഞ്ഞിട്ട് 30 ഡിഗ്രി വരെ, 10 മുതൽ 30 ഡിഗ്രി വരെ നോർത്തിലും സൗത്തിലും കാണപ്പെടുന്ന സ്ഥലമാണ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്. ഓർഡർ പഠിച്ചു വെച്ചു, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. അപ്പോൾ 10 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലായിട്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളാണ് എന്താ? ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലുള്ള ബാക്കി സ്ഥലം വരില്ല എന്നല്ല, പഠിക്കുമ്പോൾ ഈ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കണം. 10 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലായിട്ട് കാണപ്പെടുന്ന സ്ഥലമാണ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്. ഇന്ത്യയിലെ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഉണ്ടോ? ഇന്ത്യയിലെ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഒന്നും ഇല്ല. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ് ആഫ്രിക്ക. ആഫ്രിക്കയുടെ ഈ ഒരു ഭൂപടം നിങ്ങൾ നോക്കിയേ. ഈ ഒരു ഭൂപടം നോക്കുമ്പോൾ ഒരു ആനയുടെ ഒരു രൂപമില്ലേ അല്ലേ? ഒരു ആന ഇങ്ങനെ തുമ്പിക്കൈയൊക്കെ വെച്ച് നിൽക്കുന്നത്, കൊമ്പൊക്കെ ഉള്ള ഒരു ആനയെ പോലെ തോന്നില്ലേ? അപ്പോൾ ഈ പറഞ്ഞ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഗ്രാസ് ലാൻഡിൻ്റെ പേരാണ് സവാന. ഇങ്ങനെ അങ്ങ് വരച്ചു വെക്കുക. ആഫ്രിക്കയിൽ കാണുന്ന ഗ്രാസ് ലാൻഡിൻ്റെ പേരാണെന്ത്? സവാന. ആഫ്രിക്കയിലെ ആന സവാന.
അപ്പോൾ ആഫ്രിക്കയിൽ ആന സവാന എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡാണ്. അപ്പോൾ ആഫ്രിക്കയിൽ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഉണ്ട്. ആഫ്രിക്കയിലുള്ള ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡിന്റെ പേരാണ് സവാന. എപ്പോഴും ചോദിക്കും ആഫ്രിക്കയിൽ കാണുന്ന ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡിന്റെ പേര്. ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് അല്ലെങ്കിൽ ഈ ട്രോപ്പിക്കൽ എന്ന വാക്ക് ശ്രദ്ധിച്ചോണം. ഇക്വേറ്ററിന്റെ അടുത്ത് വരുമ്പോൾ ട്രോപ്പിക്കൽ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ടെമ്പറേറ്റ് പഠിക്കും, മാറിപ്പോകല്. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ആണ് സവാന റീജിയനിൽ വരുന്നത്. അവിടെ മാത്രമാണോ വരുന്നതെന്ന് ചോദിച്ചാൽ അല്ല. ഓസ്ട്രേലിയയുടെ ഭാഗത്ത് ഒരു ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഉണ്ട്, പഠിക്കാൻ എളുപ്പമാണ്. അത് ഓസ്ട്രേലിയയിലായതുകൊണ്ട് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. പിന്നെ എവിടെ വരും? പിന്നെ വരുന്ന ഒന്നാണ്, നോക്കി, ഈ ഗ്രാസ് ലാൻഡ് എന്ന് പറയുമ്പോൾ പുൽമേട് അല്ലെ. ഈ പുല്ലിൽ കളിക്കുന്ന ട്രോഫിയൊക്കെ വാങ്ങിച്ച് കളിക്കുന്ന ഒരു കളിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫുട്ബോൾ എന്ന് പറയും. അപ്പോൾ ഫുട്ബോൾ ഏറ്റവും കൂടുതൽ രാജ്യം ഏതാണ്? ബ്രസീലാണ്. അപ്പോൾ ഫുട്ബോൾ ചാമ്പ്യന്മാരാരാണ്? ബ്രസീലാണ്. അപ്പോൾ ബ്രസീൽ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തോട്ട് വരും. അപ്പോൾ ഈ ഭാഗത്ത് കാണുന്ന ഗ്രാസ് ലാൻഡിന്റെ പേരാണ് എന്ത്? ക്യാമ്പോസ്. എന്താണ്? ക്യാമ്പോസ്. അതുപോലെ ഈ ഒരു ഭാഗത്ത് കാണുന്ന ഒന്നാണ് എന്താണ്? ലാനോസ്. എന്തൊക്കെ? ലാനോസ് എവിടെയാണ്? വെനിസ്വേലയിലെ ലാനോസ്, ബ്രസീലിലെ ക്യാമ്പോസ്, ആഫ്രിക്കയിലെ സവാന. ഇതാണ് പ്രധാനപ്പെട്ട ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പറയാം, കുറച്ച് കൺഫ്യൂഷൻ വന്നു കാണും. 10 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലായിട്ട് കാണപ്പെടുന്നു. ആഫ്രിക്കയിൽ വിളിക്കുന്ന പേര് സവാന. ബ്രസീലിൽ വിളിക്കുന്ന പേര് ക്യാമ്പസ്. വെനിസ്വേലയിൽ വിളിക്കുന്നത് ലാനോസ്. വെനിസ്വേല ലാനോസ് എന്ന് ഓർത്ത് വയ്ക്കുക. വെനിസ്വേല ലാനോസ്. ബ്രസീല് ക്യാമ്പോസ്. ബ്രസീലാണല്ലോ ഈ പറയുന്ന ഗ്രാസ് ലാൻഡിൽ കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രോഫി വേൾഡ് കപ്പ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ വയ്ക്കുക. അപ്പോൾ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് നമ്മുടെ സൗത്ത് അമേരിക്കയിൽ ബ്രസീലിലാണെങ്കിൽ ക്യാമ്പോസ്, വെനിസ്വേലയിലാണെങ്കിൽ ലാനോസ്, ആഫ്രിക്കയിലാണെങ്കിൽ അതിൻ്റെ പേര് സവാന. ആഫ്രിക്കയിലെ സവാന ഓർത്ത് വയ്ക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. അടുത്ത് നമുക്ക് വരുന്നതാണ് ഹോട്ട് ഡെസേർട്ട്. അപ്പോൾ ഹോട്ട് ഡെസേർട്ട് പഠിക്കാനും എളുപ്പമാണ്. നേരത്തെ 10 തൊട്ട് 30 വരെ എന്ന് പഠിച്ചെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇവിടെ 15 തൊട്ട് 30 എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ 15 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലായിട്ട് നമ്മൾ ഇപ്പോൾ പഠിച്ച ഈ ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഇടത്തോട്ട് വെസ്റ്റ് ഭാഗത്തോട്ട് കാണുന്ന വരണ്ട പ്രദേശങ്ങളാണ് ഹോട്ട് ഡെസേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോട്ട് ഡെസേർട്ട് പഠിക്കാൻ എളുപ്പമാണ്. ഹോട്ട് ഡെസേർട്ടിൽ നമുക്ക് ഇന്ത്യയുടെ കാര്യം എല്ലാവർക്കും അറിയാം, രാജസ്ഥാനുണ്ട് അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ഹോട്ട് ഡെസേർട്ട് കാണുന്നത് എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ കാണിക്കും, എന്നിട്ട് പറയും ഇതാണെന്ത്? ഥാർ മരുഭൂമി. തൊട്ടിപ്പുറത്ത് കാണുന്ന അറേബ്യ എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഡെസേർട്ട് അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? അറേബ്യൻ ഡെസേർട്ട് എന്ന് വിളിക്കും അല്ലെ. എന്ത് വിളിക്കും? അറേബ്യൻ ഡെസേർട്ട് എന്ന് വിളിക്കും. ഇനി ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഈ ആഫ്രിക്കയാണ്. തൊട്ടു മുമ്പ് നമ്മൾ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് പഠിച്ചു, സവാന, അപ്പോൾ ആനയെ പഠിച്ചു. ഇവിടെ ഈ ഒരു ആനയെ ആലോചിച്ചാൽ മതി. ദേ ഒരു ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു ആന. ആനയ്ക്ക് ഇതാ ഇവിടെ ഒരു കൊമ്പുണ്ട് അല്ലെ. ആനയ്ക്കൊരു കൊമ്പുണ്ട്. അപ്പൊ ഈ കൊമ്പ് വരുന്ന ഈ ഭാഗത്ത് കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? കൽഹാരി. ആനയുടെ കൊമ്പ് വരുന്ന ഈ ഭാഗത്ത് വരുന്ന കൽഹാരി. ഇവിടെയല്ലേ വാ വരുന്നത്, അപ്പൊ ഇവിടെയല്ലേ നാവ് വരുന്നത്. അപ്പൊ ഈ നാവ് വരുന്ന ഭാഗത്തുള്ളതാണ് എന്ത്? നമീബ്. നാവ് വരുന്നിടത്തുള്ള നമീബ്. അപ്പോൾ തലേ നമ്മൾ ശിരസ് എന്നല്ലേ പറയുന്നത്. അപ്പൊ ഈ ശിരസിന്റെ ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് കാണുന്നതാണ് എന്ത്? ഏറ്റവും വലിയ ഡെസേർട്ട് സഹാറ. ഓക്കെ, ഇവിടെ ഒരു ഞാൻ ഒന്ന് മാറ്റിട്ടുണ്ട്. ഓക്കെ, ഡെസേർട്ടിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? സഹാറ. ഓക്കെ, ആനയുടെ ശിരസിന്റെ ഭാഗത്ത് വരുന്ന ഡെസേർട്ടാണ് ഏതെന്ന് പറയുന്നത്? സഹാറ. എന്താണ്? സഹാറ ഡെസേർട്ട്. അപ്പൊ ചോദിക്കും ഏറ്റവും വലിയ ഡെസേർട്ട് മാർക്ക് ചെയ്യുക. ഏതാണ്? സഹാറ. എന്നാൽ ഓസ്ട്രേലിയയിൽ ഒരു ഡെസേർട്ട് ഉണ്ട്, അതിന്റെ പേര് ഓസ്ട്രേലിയൻ ഡെസേർട്ട് എന്നാണ്. ഒരു പ്രയാസവും. ഓസ്ട്രേലിയയിലെ ഡെസേർട്ട് ഓസ്ട്രേലിയൻ ഡെസേർട്ട്. പക്ഷേ ഇതാണ് സൗത്ത് ഹെമിസ്ഫിയറിലെ ഏറ്റവും വലുത്. അതുകൂടെ ഓർത്തോണം. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിലെ അല്ലെങ്കിൽ ഏറ്റവും വലുത് അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും വലുത് നമുക്ക് ചോദിച്ചാൽ അത് സഹാറ. സദേൺ ഹെമിസ്ഫിയറിലെ വലുതെന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രേലിയൻ ഡെസേർട്ട്. അപ്പൊ പിന്നെ വേറൊന്നും കൂടിയുണ്ട്. ഏതാണ്? നമ്മുടെ സൗത്ത് അമേരിക്കയുടെ അറ്റത്തായിട്ടിരിക്കുന്ന ഒരു ഡെസേർട്ട് ഉണ്ട്. ഇതിന്റെ പേരാണ് അറ്റക്കാമ. ഏറ്റവും കൂടുതൽ ചോദിച്ചതും ഇതാണ്, അറ്റക്കാമ. ചിലി എന്ന് പറയുന്ന രാജ്യം അല്ലേ, ചിലി. ആ ചിലി എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗത്താണ് ഈ അറ്റക്കാമ ഡെസേർട്ട് ഉള്ളത്. അപ്പൊ എന്താണ്? സൗത്ത് അമേരിക്കയുടെ അറ്റത്തായിട്ട് കാണുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? അറ്റക്കാമ ഡെസേർട്ട്. ഇതാണ് അറ്റക്കാമ ഡെസേർട്ട്. അപ്പോൾ ഇന്ത്യയിൽ ഥാർ ഡെസേർട്ട്, തൊട്ടിപ്പുറത്ത് അറേബ്യയിലെ അറേബ്യൻ ഡെസേർട്ട്, ആഫ്രിക്കയിൽ 3 ഡെസേർട്ട്. ആഫ്രിക്ക ഒരു ആനയെ പോലെയാണ്. ആനയുടെ കൊമ്പ് വരുന്ന ഈ ഒരു ഭാഗത്ത് കൽഹാരി, കൊമ്പ് കൽഹാരി, നാവിന്റെ അവിടെ നാമ്പി, ശിരസിന്റെ അവിടെ സഹാറ. കിട്ടിയോ? ഇനി നമ്മൾ ഈ പറയുന്ന നോർത്ത് അമേരിക്കയുടെ ഭാഗത്തായിട്ടും ഡെസേർട്ട് ഉണ്ട്. അപ്പൊ നോർത്ത് അമേരിക്കയുടെ ഡെസേർട്ട് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ
എപ്പോഴും ഒരു ഭൂഖണ്ഡത്തിന് വെസ്റ്റ് ഭാഗത്തായിരിക്കും ഡെസേർട്ട് വരുന്നത്. അപ്പോൾ നോർത്ത് അമേരിക്കയിൽ എവിടെയാണ്? നോർത്ത് അമേരിക്കയുടെ വെസ്റ്റിൽ. സൗത്ത് അമേരിക്കയിൽ എവിടെയാണ്? സൗത്ത് അമേരിക്കയുടെ വെസ്റ്റിൽ. സഹാറയിൽ മാത്രം അതും ഏതാണ്ട് വെസ്റ്റിൻ്റെ ഭാഗത്ത് തന്നെയാണ്. അല്ലെ, ഈ മൊത്തം ഭൂഖണ്ഡം നോക്കിയാൽ അതിൻ്റെ വെസ്റ്റിൽ തന്നെ വരും. ഇന്ത്യയുടെ വെസ്റ്റിൽ, ആഫ്രിക്കയുടെ വെസ്റ്റിൽ, ഈ പറഞ്ഞ ഓസ്ട്രേലിയയുടെയും വെസ്റ്റിലായിട്ട് കാണപ്പെടുന്നു. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡെസേർട്ടുകൾ എന്ന് പറയും. പിന്നെ ഈ കൽഹാരിയൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ ഈ എൻ്റെ ഒരു ആനക്കൊമ്പെന്ന് സാറ് പറഞ്ഞോണ്ടെന്ന് ഇവിടെ മാർക്ക് ചെയ്യരുത്, കുറച്ച് ഇങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ വലിയ ഉണ്ടയിട്ടിട്ട് അങ്ങ് മാർക്ക് ചെയ്താൽ മതി, ടീച്ചേഴ്സ് മാർക്ക് തരും ഉറപ്പായിട്ട് തരും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? ഹോട്ട് ഡെസേർട്ട് എന്ന് പറയും. അപ്പോൾ അടുത്ത് വരുന്നതാണ് എന്ത്? മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ. മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു നിർത്തിയത് 30-ലാണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞു നിർത്തിയ 30 മുതൽ ഒരു 15 കൂട്ടി 45 വരെ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 30 തൊട്ട് 45 വരെ വരുന്ന ഡിഗ്രിക്കിടയിൽ കാണപ്പെടുന്നതാണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എന്ന് പറയും. അപ്പോൾ മെഡിറ്ററേനിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും പറയും സാറേ ഇതാണ് നമ്മുടെ മെഡിറ്ററേനിയൻ കടൽ. അപ്പോൾ മെഡിറ്ററേനിയൻ കടലിൻ്റെ ചുറ്റും കാണപ്പെടുന്ന ഒരു കാലാവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. ഇത് മെഡിറ്ററേനിയനിൽ മാത്രമല്ലെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മുടെ ആഫ്രിക്കയുടെ താഴെയായിട്ട്, അതുപോലെ നമ്മുടെ കൽഹാരിയുടെ താഴെയായിട്ട്, അതുപോലെ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ അമേരിക്കൻ ഡെസേർട്ടിൻ്റെ താഴെയായിട്ടും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ പറയുന്ന മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ കാണാൻ പറ്റും. അപ്പോൾ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയനിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എവിടെയാണ്? 30 മുതൽ 45 ഡിഗ്രിക്കിടയിൽ കാണുന്ന ഈ പറഞ്ഞ ക്ലൈമറ്റിക് റീജിയൻ ഏത്? അത് മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ. ആ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ എവിടെ? മെഡിറ്ററേനിയൻ കടലിൻ്റെ ചുറ്റും. ഇനി ഇവിടുന്ന് ചോദിക്കും നമ്മൾ പറഞ്ഞു എവർഗ്രീൻ ഫോറസ്റ്റ് മാത്രം കാണുന്നത് ഇക്വറ്റോറിയയിൽ, എവർഗ്രീനും ഡെസിഡിയസും കാണുന്നത് മൺസൂണിൽ. അടുത്ത് ഇവിടെ നോക്കുന്നത് ഈ സിട്രസ് ഫ്രൂട്ടുകൾ, ഈ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ടുകളുടെ കൾട്ടിവേഷന് പറ്റുന്ന ക്ലൈമറ്റിക് റീജിയൻ ഏത്? അത് മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ. മുന്തിരിപ്പാടങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അതെവിടെയാണ്? ഈ ഭാഗത്താണ്. അതുകൂടെ എന്ത് ചെയ്തോളണം? നോക്കി വെച്ചോളണം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ എവിടെ വരും? മെഡിറ്ററേനിയൻ കടലിൻ്റെ ചുറ്റും, ആഫ്രിക്കയുടെ താഴത്തായിട്ട്, സൗത്ത് അമേരിക്കയുടെ താഴത്ത് വെസ്റ്റിലായിട്ട്, ഈ പറഞ്ഞ നോർത്ത് അമേരിക്കയുടെ വെസ്റ്റിലായിട്ടും വരുന്നതാണ് എന്ത്? നമ്മുടെ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ. അടുത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊന്നാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. നമുക്ക് ഈ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ടെമ്പറേറ്റ് തമ്മിൽ മാറിപ്പോകും. അപ്പോൾ ഒന്ന് ചിന്തിച്ചേ, ട്രോപ്പിക്കൽ നമ്മൾ അധികം ഒന്നും പഠിച്ചില്ല. ട്രോപ്പിക്കലിൻ്റെ മറ്റൊരു പേര് സവാന എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ആഫ്രിക്കയിലെ സവാനയും, തൊട്ടിപ്പുറത്ത് ചാമ്പ്യന്മാരായിട്ടുള്ള ബ്രസീലിൻ്റെ ക്യാമ്പോസും, തൊട്ടുമുള്ള വെനിസ്വേലയിലെ ലാനോസുമാണ് നമ്മളവിടെ പ്രധാനമായിട്ട് പഠിച്ചത്. പിന്നെ ഓസ്ട്രേലിയ ഒരെണ്ണമുണ്ട്, പേരില്ല. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എവിടെയാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്? നമ്മൾ നേരത്തെ 30 വരെ പറഞ്ഞു അല്ലേ, 30 തൊട്ട് 40 വരെ പറഞ്ഞു. എന്നാൽ 40 മുതൽ 50 ഡിഗ്രി വരെ, 40 മുതൽ 50 ഡിഗ്രി വരെയുള്ള ഭാഗത്തിനിടയിൽ കാണപ്പെടുന്ന ഒരു ക്ലൈമറ്റ്, അതായത് കോണ്ടിനെന്റുകളുടെ അകത്ത്, കോണ്ടിനെന്റുകളുടെ ഇന്റീരിയറിൽ കാണുന്ന ഒരു ക്ലൈമറ്റിക് റീജിയൻ ആണ് എന്തെന്ന് പറയുന്നത്? ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത്. എന്താണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്? നോക്കാം. അപ്പോൾ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് പഠിക്കാനായിട്ട് ഞാൻ അന്ന് പഠിപ്പിച്ച ഒരു കോഡ് പറഞ്ഞു. അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ തുടങ്ങും നമ്മൾ ഏഷ്യയിലാണ്. അപ്പോൾ ഏഷ്യയിൽ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു സ്റ്റെപ്പ് പണിയണം. ഏഷ്യയിൽ ഇവിടെ എന്ത് പണിയണം? ഒരു സ്റ്റെപ്പ് പണിയണം. അപ്പോൾ ഏഷ്യയിലെ സ്റ്റെപ്പ് പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് ആരെ കൊണ്ടുവന്നു? ആഫ്രിക്കയിൽ നിന്നൊരു വെൽഡറെ കൊണ്ടുവന്നു. ഈ ആഫ്രിക്കയുടെ വെൽഡർ വന്നിട്ട് സ്റ്റെപ്പ് പണിയാനായിട്ട് സൗത്തിലോട്ട് പോയപ്പോഴത്തേക്കും അവിടെ ആയിട്ട് ഇതാ കിടക്കുന്നു എന്ത്? ഒരു പാമ്പ്. അപ്പോൾ അയാൾ പാമ്പേ എന്ന് വിളിച്ചപ്പോൾ കൂടെയുള്ള ആര് വന്നു? ഓസ്ട്രേലിയക്കാരൻ വന്നിട്ട് പാമ്പല്ലേ താഴെയല്ലേ കിടക്കുന്നത്. അപ്പോൾ ആ പാമ്പിനെ കാണാനായിട്ട് ഇങ്ങോട്ട് നോക്കി, ഡൗണിലോട്ട് നോക്കി. അപ്പോൾ ഡൗണിലോട്ട് നോക്കിയപ്പം പാവം പാമ്പ് അവിടെ എന്ത് ചെയ്തു? പേടിച്ച് എന്ത് ചെയ്തു? നോർത്തിലോട്ട് നോക്കി, അല്ലെങ്കിൽ നേരെ മുകളിലോട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യായിരുന്നു? ആ മുകളിലോട്ട് നോക്കിയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇതാണ് എൻ്റെ അന്നത്തെ കഥ. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ഓർത്ത് വയ്ക്കുക, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിൽ ഏഷ്യയിൽ ഒരെണ്ണമുണ്ട്, അതിൻ്റെ പേര് സ്റ്റെപ്പേസ്. അടുക്കായിട്ട് വരും. ലൊക്കേഷൻ ഒരു 2 തവണ വരച്ച് പഠിക്കുമ്പോൾ കിട്ടിക്കോ. ആഫ്രിക്കയിലുണ്ട്, അതിൻ്റെ പേര് വെൽഡ്. ആഫ്രിക്കയിലെ വെൽഡ്. അടുത്ത് സൗത്ത് അമേരിക്കയിലാണെങ്കിൽ പാമ്പാസ്. ഓസ്ട്രേലിയയിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡൗൺസ്. നോർത്ത് അമേരിക്കയിൽ എപ്പോഴും ചോദിക്കും പ്രയറീസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ടായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് എന്താ പറഞ്ഞത്? ഏഷ്യക്കാരന് സ്റ്റെപ്പ് പണിയാൻ ഓസ്ട്രേലിയയിൽ നിന്ന്, അല്ലെങ്കിൽ എവിടുന്ന്? ആഫ്രിക്കയിൽ നിന്ന് ആര് വന്നു? ഏഷ്യക്കാരന് സ്റ്റെപ്പ് പണിയാൻ ആഫ്രിക്കയിൽ നിന്ന് വെൽഡർ വന്നു. അയാൾ സൗത്തിലോട്ട് പോയി. എങ്ങോട്ടാണ്? സൗത്ത് അമേരിക്കയിലോട്ട് പോയി. അപ്പോൾ അവിടെ ഒരു പാമ്പ് കിടക്കുന്നത് കണ്ടു. അപ്പോൾ അയാൾ പാമ്പേന്ന് വിളിച്ചപ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള ഓസ്ട്രേലിയക്കാരൻ, അല്ലേ, നമ്മൾ ഈ ഭൂപടം ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിലും
ഇവൻ്റെ തൊട്ടടുത്ത് ഇവിടെ ആയിട്ടാണ് ആര് വരുന്നത്? ഓസ്ട്രേലിയ വരുന്നത്. ഇങ്ങനെ കറങ്ങിയല്ലേ വരുന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ള ഓസ്ട്രേലിയക്കാരൻ എന്ത് ചെയ്തു? ഓടിയെത്തി. അവൻ എന്നിട്ട് എന്ത് ചെയ്തു? പാമ്പിനെ കാണാൻ ഡൗണിലോട്ട് നോക്കി, താഴോട്ട് നോക്കി. അപ്പോൾ പാമ്പ് ഈ ശബ്ദമൊക്കെ കേട്ട് പേടിച്ച് വിറച്ചിരുന്ന പാമ്പ് എന്ത് ചെയ്തു? ഇങ്ങനെ നേരെ മുകളിലോട്ട് നോക്കി. ഇങ്ങോട്ട് നോക്കി, നേരെ മുകളിലോട്ട് നോക്കി. അങ്ങനെ നേരെ മുകളിലോട്ട് നോക്കിയിട്ട് എന്ത് ചെയ്തു? ഈശ്വരാ ഭഗവാനെ രക്ഷിക്കണേന്ന് എന്ത് ചെയ്തു? പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ എന്താണ്? പ്രയർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രയറീസ്. ഇതാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. അപ്പോൾ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഒന്നും കൂടെ പറഞ്ഞാലേ തലയിരിക്കത്തുള്ളൂ. ഞാൻ ഒന്നും കൂടെ പറയാൻ പോവുകയാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ഡിഗ്രിക്കും 50 ഡിഗ്രിക്കും. പേടിക്കേണ്ട ചോദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഓർമ്മ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ക്ലാസ് വെയിറ്റ് ചെയ്യാം, കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. 50 ഡിഗ്രിക്ക് ഇടയിലായിട്ട് കാണും. ഏഷ്യയിലാണെങ്കിൽ വിളിക്കുന്ന പേര് നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞേ. ഏഷ്യക്കാരൻ എന്താണ് ആവശ്യം? അപ്പോൾ സ്റ്റെപ്പിസ്. ഓക്കെ, അതിന് ഇവിടെ നിന്ന് ആൾ വന്നേ? തൊട്ടടുത്ത്, അതായത് ഇവിടെ നിന്ന് ആഫ്രിക്കയിൽ നിന്ന് അല്ലേ? ആഫ്രിക്കയിൽ നിന്ന് ആര് വന്നു? ഒരു വെൽഡർ. ഈ ആഫ്രിക്കയിൽ നിന്ന് വന്ന വെൽഡർ എന്ത് ചെയ്തു? ആഫ്രിക്കയിൽ നിന്നൊരു വെൽഡർ വന്നു. ഈ ആഫ്രിക്കയിൽ നിന്ന് വെൽഡർ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് എങ്ങോട്ടാണ് പോയത്? സൗത്തിലോട്ടാണ് പോയത്. സൗത്തിൽ എന്തുണ്ടായിരുന്നു? സൗത്തിലായിട്ട് ഇവിടെയായിട്ട് എന്ത് കിടക്കുകയായിരുന്നു? ഒരു പാമ്പ് കിടക്കുകയായിരുന്നു. പാമ്പാസ്. അപ്പോൾ തൊട്ടടുത്തല്ല, ഇപ്പുറത്തെ ഓസ്ട്രേലിയ മാപ്പിൽ ഇപ്പുറത്താണ്. അപ്പോൾ തൊട്ടടുത്ത് നിന്നുള്ള ആര് വന്നു? ഓസ്ട്രേലിയക്കാർ ഓടി വന്നു. അയാൾ എങ്ങോട്ട് നോക്കി? അയാൾ ഡൗണിലോട്ട് നോക്കിയപ്പോഴത്തേക്കും നേരെ മുകളിലോട്ട് നോക്കിക്കൊണ്ട് ഒരു പാമ്പ് എന്ത് ചെയ്യായിരുന്നു? പ്രയർ പറയുകയായിരുന്നു. പ്രയറീസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. തീർന്നു. ഇനി വരുന്ന ടൈഗ റീജിയൻ. ടൈഗ റീജിയൻ എന്ന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലാറ്റിറ്റ്യൂഡാണ്. അതായത് 55 ഡിഗ്രിക്കും 70 ഡിഗ്രിക്കും ഇടയിൽ എവിടെയാണ്? നോർത്തിൽ മാത്രമേ ഉള്ളൂ, സൗത്തിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും എടുത്ത് ചോദിക്കുന്നത്. 55 ഡിഗ്രിക്കും ഈ പറഞ്ഞ 70 ഡിഗ്രിക്ക് ഇടയ്ക്ക് നോർത്തേൺ ഹെമിസ്ഫിയർ മാത്രം കാണുന്ന സ്ഥലമാണ് ടൈഗ റീജിയൻ എന്ന് പറയുന്നത്. ഒരു മീനിനെ പോലത്തെ ഇങ്ങനത്തെ ഒരു റീജിയനാണ് ഈ പറയുന്നത് ടൈഗ റീജിയൻ എന്ന് പറയുന്നത്. അത് ഇവിടെയും ഉണ്ട്. അതുപോലെ ഇവിടെയും എന്തുണ്ട്? ടൈഗ റീജിയനും. അപ്പോൾ ടൈഗ റീജിയൻ ഇതാണ് വരുന്നത്. അപ്പോൾ എപ്പോഴും ചോദിക്കുന്ന ടൈഗ റീജിയൻ മാർക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു മീനിനെ വരച്ച് വെച്ചാൽ മതി. നിങ്ങളിവിടെ ഒരു മീനിനെ വരച്ച് വെച്ചാൽ മതി. അപ്പോൾ ടൈഗ എന്ന് പറയുമ്പോൾ നിങ്ങൾ ടൂണ എന്ന് ആലോചിച്ചാൽ അത്. ടൂണ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂര, ഒരു മീനല്ലേ? അപ്പോൾ ഏഷ്യക്കാർക്ക് ഈ പറയുന്ന ടൂണ മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ടൈഗ റീജിയനിൽ ഒരു ടൂണ മീനുണ്ട്. അപ്പോൾ മീനിനെ പോലത്തെ ഒരു സ്ഥലം വരച്ച് വയ്ക്കാം. തൊട്ടിപ്പുറത്തായിട്ട് എന്താണ്? മീനിനെ പോലത്തെ ഒരു സ്ഥലം തന്നെ ഇവിടെ എന്ത് ചെയ്യുക? വരച്ച് വയ്ക്കുക. ഇതാണ് എന്ത്? ടൈഗ റീജിയൻ. ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് 55നും 70 ഡിഗ്രിക്ക് ഇടയിലാണെന്നുള്ളതാണ്. ടൈഗ റീജിയൻ ഇമ്പോർട്ടൻ്റ്. തുണ്ട്ര റീജിയൻ പിന്നെ ഒന്നുമില്ല. നമ്മൾ നേരത്തെ വരച്ചല്ലോ, അതിൻ്റെ മുകളിലോട്ടുള്ള മൊത്തം ഭാഗം അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് തുണ്ട്ര റീജിയൻ. അതുകൊണ്ട് തന്നെ ഇവിടെ അധികം ചോദ്യങ്ങളൊന്നും ചോദിച്ചു കണ്ടിട്ടുമില്ല. ഓക്കെ, അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡിൻ്റെ ഒക്കെ സ്ഥലങ്ങളാണ് എന്തിനകത്ത് വരുന്നത്? തുണ്ട്ര റീജിയനകത്ത് വരുന്നത്. തീർന്നു. മാപ്പ് തീർന്നു. മാപ്പ് പഠിച്ചു. മാപ്പിൽ നിന്ന് വരുന്ന 3-4 മാർക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ കിട്ടിക്കഴിയും. ടെസ്റ്റ് ചെയ്യണോ? നോക്കിക്കോ. ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയത്തില്ല, നിങ്ങൾ തന്നെ പറയും. നോക്കിക്കോ. ഒന്നാമത്തെ ചോദ്യം, ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്ക. അപ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് സാർ ട്രോപ്പിക്കലാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ട്രോപ്പിക്കൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ടെമ്പറേറ്റ് പഠിച്ചത്. ടെമ്പറേറ്റിലാണ് നമ്മൾ പാമ്പും കോണിയൊക്കെ പറയുന്നത്. അപ്പോൾ ട്രോപ്പിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇക്വേറ്ററിൻ്റെ ഏതാണ്ട് അടുത്താണ് വരുന്നത്. അവിടെ ഒരു ഗ്രാസ് ലാൻഡ് ഉണ്ട്, ആഫ്രിക്കയിലുണ്ട് അല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആഫ്രിക്കയിലെ ആന. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സവാന. കിട്ടിയല്ലോ, സവാന. മാർക്ക് കിട്ടി. അടുത്ത, ക്ലൈമറ്റിക് റീജിയൻ ലൈസ് ബിറ്റ്വീൻ 55 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ നമ്മൾ പറഞ്ഞു നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ ഇല്ലാത്ത നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമുള്ള ഒരെണ്ണം പഠിച്ചു. ഏതാണ്? അതാണ് നമ്മുടെ മീനിനെ കണക്കിരിക്കുന്ന ടൈഗ റീജിയൻ എന്ന് പറയും അല്ലെ? ടൈഗ റീജിയൻ. ഇവിടെയും ആയിട്ട് ടൈഗ റീജിയൻ. മാർക്ക് കിട്ടിയല്ലോ. പേരെഴുതാൻ മറക്കരുത്. ടൈഗ റീജിയൻ കിട്ടി. അടുത്ത്, എ ഹോട്ട് ഡെസേർട്ട് ഇൻ സൗത്ത് അമേരിക്ക. അപ്പോൾ ഡെസേർട്ട് പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു, നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞു അല്ലേ? ആനയുടെ ശിരസ് പറഞ്ഞു, കൊമ്പ് പറഞ്ഞു, നാവ് പറഞ്ഞു. അതൊക്കെ അവിടെയാണ്, ആഫ്രിക്കയിലാണ്. ഇത് ചോദിച്ചാൽ സൗത്ത് അമേരിക്കയിലാണ്. അപ്പോൾ സൗത്ത് അമേരിക്കയുടെ അറ്റത്തായിട്ടൊരു ഡെസേർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് എന്ത്? അറ്റക്കാമ. കിട്ടി. അടുത്ത, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിലാണല്ലോ നമ്മൾ കുറേ കോഡൊക്കെ പഠിച്ചത് അല്ലേ? അപ്പോൾ എന്താണ്? പാമ്പിനെ കണ്ട് നിലവിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓസ്ട്രേലിയക്കാരൻ വന്ന് എങ്ങോട്ടാണ് നോക്കിയത്? ഓസ്ട്രേലിയക്കാരൻ വന്ന് നോക്കിയത് ഡൗണിലോട്ടാണ്. അപ്പോൾ ഡൗൺസ് അല്ലേ? ഡൗൺസ്. കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു, കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഗിവൺ ജിയോ ഇൻഫർമേഷൻ മാർക്ക് ദ ഓൺ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ദ വേൾഡ് പ്രൊവൈഡഡ്. ഓക്കെ, എ ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കാണുന്ന ഹോട്ട് ഡെസേർട്ട് അത് ഥാർ ഡെസേർട്ട്. ഇങ്ങനെ എഴുതിയാൽ പോരാ, ഥാർ എന്ന് കൂടെ മാർക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ എ എന്ന് കൊടുക്കണം. ഒന്നുകിൽ ഇവിടെ എ എന്ന് കൊടുത്ത് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഈ പറഞ്ഞ എവിടെയെങ്കിലും എ എന്നിട്ടിട്ട് ഥാർ എന്ന് എഴുതുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ എഴുതി പോയാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത്,
ക്ലൈമാറ്റിക് റീജിയൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ 55 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. നിങ്ങൾ ഇനി പറയും അത് ടൈഗ റീജിയൻ ആണ്, നോർത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു മീനിനെ പോലെ, ഇവിടെയാണെങ്കിൽ ഒരു പാമ്പിനെ പോലെ ഉള്ളത് വരച്ചു വയ്ക്കും. അതിന്റെ പേരാണ് എന്താ? ടൈഗ റീജിയൻ. അടുത്ത ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്ക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ട്രോപ്പിക്കലാണ് അല്ലേ, ട്രോപ്പിക്കൽ പഠിച്ചിട്ടാണ് നമ്മൾ ടെമ്പറേറ്റിലോട്ട് പോയത്. അപ്പോൾ ട്രോപ്പിക്കൽ 3 പഠിച്ചുള്ളൂ. അതിലൊന്ന് ആഫ്രിക്കയിലുണ്ട്. ആഫ്രിക്കയിലെ ആന സവാന. ആഫ്രിക്കയിലെ ആന സവാന. കിട്ടി കിട്ടി. അടുത്ത ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റഡ് ഇൻ സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലെ ഹോട്ട് ഡെസേർട്ട്, സൗത്ത് അമേരിക്കയിലെ ഹോട്ട് ഡെസേർട്ട് അറ്റാക്കാമ. അറ്റാക്കാമ ഇതൊക്കെ ചോദിച്ചാണ്. അടുത്ത ഐഡന്റിഫൈ ദ ജിയോ ഇൻഫർമേഷൻ മാർക്ക്. ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ്. അപ്പോൾ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് എന്ന് പറഞ്ഞാലും നോർത്ത് ഹെമിസ്ഫിയറിൽ എന്ന് പറഞ്ഞാലും നിങ്ങൾ പറയുക ആനയുടെ ശിരസ്സാണ് ഏറ്റവും വലുത്. ആനയുടെ തല ഭയങ്കര വലുതല്ലേ. അപ്പോൾ ആനയുടെ ശിരസിന്റെ ഭാഗം വരുന്ന ഏതാണ്? അതാണ് നമ്മുടെ സഹാറ ഡെസേർട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെസേർട്ട്. ക്ലൈമാറ്റിക് റീജിയൻ ഫൗണ്ട് അലോങ് ദ കോസ്റ്റ് ഓഫ് ദ മെഡിറ്ററേനിയൻ സീ. അപ്പോൾ മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ കാണുന്ന കടലാണ് അല്ലേ. അപ്പോൾ ഈ മെഡിറ്ററേനിയൻ കടലിന്റെ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഭാഗം മെഡിറ്ററേനിയൻ കടൽ. അപ്പോൾ ഇതിന് ചുറ്റുമുള്ളത് ഏതാണ്? അതേതാണ്? അതാണ് നമ്മുടെ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയും. ഓക്കെ. അടുത്ത ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ഏഷ്യ. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡാണ് നമ്മൾ കുറേ പഠിച്ചത്. ആർക്കാ സ്റ്റെപ്പ് പണിയേണ്ടത്? ഏഷ്യക്കാരനാണ് അല്ലേ. അപ്പോൾ ഏഷ്യയിൽ കാണുന്ന ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡാണ് ഇത് സ്റ്റെപ്പിസ്. അടുത്ത ക്ലൈമാറ്റിക് റീജിയൻ വേർ ദ കോണിഫറസ് എവർഗ്രീൻ ട്രീസ് ആർ ഫൗണ്ട് ഇൻ അബണ്ടൻസ്. അപ്പോൾ തണുപ്പുള്ളിടത്തല്ലേ ഈ പറയുന്ന കോണിഫറസ് ട്രീസ് കാണത്തുള്ളൂ. തണുപ്പുള്ള 2 സ്ഥലമേ പഠിച്ചുള്ളൂ, ടൈഗയും തുണ്ട്രയും. പക്ഷെ തുണ്ട്ര റീജിയനിൽ പുല്ലും അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് മോസസും ഫേൺസും അല്ലെങ്കിൽ പായൽ പോലത്തേക്ക് കാണും. കാരണം എക്സ്ട്രീം തണുപ്പാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ പഠിച്ച ഏതാ? നമ്മുടെ ടൈഗ റീജിയൻ. മീനൊക്കെ ഉള്ള മീനിനെ പോലെ ഇരിക്കുന്ന ടൈഗ റീജിയൻ. അപ്പോൾ എങ്ങനെ ഇങ്ങനെ ടൈഗ റീജിയൻ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് ടൈഗ റീജിയൻ എന്ന് പറയും. മാർക്കൊക്കെ ചെയ്തോളൂല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ഐഡന്റിഫൈ ദ ജിയോ ഇൻഫർമേഷൻ ആൻഡ് മാർക്ക് ദ മൗണ്ട് ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ദ വേൾഡ്. ദ ക്ലൈമാറ്റിക് റീജിയൻ വിത്ത് ദ ഹയസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സിട്രസ് ഫ്രൂട്ട്. ഞാൻ പറഞ്ഞു സിട്രസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയനാണ് സിട്രസ് ഫ്രൂട്ട്. ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ സദേൺ ഹെമിസ്ഫിയർ. സദേൺ ഹെമിസ്ഫിയറിലെ ഡെസേർട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ അറിയാന്നുള്ള ഏതൊക്കെയാണ്? ഇവിടെയുള്ള അറ്റാക്കാമ അതാണോ? അല്ല. പിന്നെ ഇവിടെയുള്ള നാംബിയാണോ? അല്ല. ഇവിടെയുള്ള കൽഹാരിയാണോ? അല്ല. പിന്നെ പഠിച്ചത് ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ ഡെസേർട്ടാണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. വലിപ്പത്തിലും അങ്ങനെയല്ലേ നമുക്ക് ആലോചിച്ചാൽ കിട്ടുള്ളൂ. അടുത്ത ക്ലൈമാറ്റിക് റീജിയൻ ഇൻ ഏഷ്യ വേർ എവർഗ്രീൻ ആൻഡ് ട്രോപ്പിക്കൽ ഡെസീഡിയസ് ട്രീസ് ആർ മോർ കോമൺ. അപ്പോൾ എവർഗ്രീനും ട്രോപ്പിക്കൽ ഡെസീഡിയസും കാണുന്ന ഏതാണ്? അത് മൺസൂണിലാണ്. അപ്പോൾ ഏതാണ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ? ഈ ഭാഗത്താണ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ, സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിൽ കാണുന്ന ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. ആഫ്രിക്കയിൽ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഉണ്ടോ? ഉണ്ട്. ഏതാണ്? ആഫ്രിക്കയിലല്ലേ വെൽഡർ വന്നത്. അപ്പോൾ ഈ കാണുന്ന വെൽഡ് കിട്ടുന്നില്ലേ? അടുത്ത ചോദ്യം ഐഡന്റിഫൈ ദ ജിയോ ഇൻഫർമേഷൻ മാർക്ക് ദ ഓൺ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ദ വേൾഡ്. അറ്റാക്കാമ ഡെസേർട്ട് എവിടെയാണ്? അത് സൗത്ത് അമേരിക്കയുടെ അറ്റത്താണ് അറ്റാക്കാമ ഡെസേർട്ട്. മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിൽ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ വരുന്നത് ഇവിടെയാണ്. ഇതൊരു വെറൈറ്റി ചോദ്യം. ഡൗൺസ് എവിടെയാണ്? ഡൗൺസ് ഓസ്ട്രേലിയയിലാണ് ഡൗൺസ്. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ഏഷ്യ. ഏഷ്യയിൽ കാണുന്ന ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന എന്താണ്? ഇവിടെ കാണുന്ന സ്റ്റെപ്പിസ് ആണ്. കിട്ടുന്നുണ്ടല്ലോ. കിട്ടും. അടുത്ത ചോദ്യം മാർക്ക് ആൻഡ് ലേബിൾ ദ ഫോളോയിങ് ജിയോ ഇൻഫർമേഷൻ ഇൻ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ദ വേൾഡ്. ഏതൊക്കെയാണ്? സഹാറ ഡെസേർട്ട് എവിടെ? ആനയുടെ ശിരസിലാണ് സഹാറ ഡെസേർട്ട്. അടുത്ത് ലാനോസ് എന്ന് പറയുന്ന ഗ്രാസ് ലാൻഡ് എവിടെയാണ്? അത് വെനിസ്വേലയിലാണ് ലാനോസ് ഉള്ളത്. വെനിസ്വേലയിൽ ലാനോസ് ഇവിടെയാണ്. കൽഹാരി ഡെസേർട്ട് എവിടെയാണ്? ആനയുടെ കൊമ്പിന്റെ ഭാഗത്താണ് കൽഹാരി. ഇവിടെ നിന്നാണല്ലോ കൊമ്പ് വരുന്നത്. അപ്പോൾ ഇതാണ് കൽഹാരി. അടുത്ത് പ്രയറീസ് എന്ന് പറയുന്ന ഗ്രാസ് ലാൻഡ് എവിടെയാണ്? നോർത്തിലോട്ട് നോക്കിയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ പ്രയറീസ് എവിടെയാണ്? ഇവിടെയാണ് പ്രയറീസ് വരുന്നത്. കിട്ടിയെങ്കിൽ കിട്ടി. സെറ്റ്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാപ്പ് വർക്ക്. ഇത്രയും മാപ്പ് നിങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. അത് ഉറപ്പാണ്. ഓക്കെ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കുക, മടിയൊക്കെ മാറ്റി വെച്ച് പഠിക്കുക. എല്ലാവർക്കും ഫുൾ A+ തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി A+ കുറഞ്ഞു പോയെന്ന് വെച്ച് പേടിക്കുകയൊന്നും വേണ്ട. ഇതൊന്നും അല്ല അവസാനം. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷകളുണ്ട്. തുടക്കം മാത്രമാണ്. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ഉറപ്പുവരുത്തുക, നമ്മൾ സ്വയം നമുക്ക് തോന്നണം ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിച്ചു എന്ന്. അങ്ങനെ തോന്നുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈഫ് രക്ഷപ്പെടും. അത് 10 ഫുൾ A+ ആണോ അല്ലേ എന്നുള്ളത് നോക്കണ്ട. നിങ്ങൾക്ക് പറ്റുന്ന എഫേർട്ട് നിങ്ങൾ മാക്സിമം എടുത്ത് വേണം എന്ത് ചെയ്യാൻ, പഠിക്കാൻ. നിങ്ങൾക്ക് തോന്നരുത് ഞാൻ ഉഴപ്പി നടക്കുകയായിരുന്നു എന്ന്. അത് മാത്രം നിങ്ങൾ എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടും. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട്